ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ നാം കാണപ്പെടുന്നവ എല്ലാം ഉണ്ടായവയാണ്. ഉണ്ടായവ അല്പകാലം നിലനിന്ന് ഇല്ലാതെ ആവുകയും ചെയ്യും. എന്നാൽ ഈ ഉണ്ടായവയ്ക്കെല്ലാം സാക്ഷിയായ ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മയാണ് സർവേശ്വരൻ എന്ന് നാം പറയുന്നത്. അതിനാൽ ഉണ്മദാനീശ്വരൻ മായാ മഹേശ്വരി, മായദാനീശ്വര സങ്കല്പശക്തി. ഉള്ളതില്ലാതെ ഉണ്ടായവ ഇല്ല, ഉണ്ടായവയ്ക്കെല്ലാം ഉണ്മസാക്ഷി. ഇതൊന്ന് വിചിന്തനം ചെയ്ത് നോക്കൂ. 4 വേദങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വളരെ ചെറിയ കുറച്ചു വാക്കുകളിലൂടെ വളരെ വലിയ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഉണ്മദാനീശ്വരൻ, ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത് ഉള്ളതാണ്. മായാ മഹേശ്വരി, മായ എന്നാൽ ആ ഈശ്വരൻ്റെ സങ്കല്പശക്തി. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനെ മഹേശ്വരിയായി സങ്കല്പിക്കുന്നു. മായാ മഹേശ്വരി, മായദാനീശ്വര സങ്കല്പശക്തി. മായ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സങ്കല്പശക്തിയാണ്. ഉള്ളതില്ലാതെ ഉണ്ടായവായില്ല, ഉണ്ടായവയ്ക്കെല്ലാം ഉണ്മസാക്ഷി. വെറുതെ ഇരുന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ പ്രപഞ്ച ഘടനയെക്കുറിച്ച്. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ഭ്രമം പിടിച്ച് ഓടിപ്പോയാൽ നമുക്ക് സത്യമൊന്നും മനസ്സിലാവുകയില്ല. മനസ്സിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ച സത്യം നമുക്ക് വളരെ വ്യക്തമാവും. അതിനാൽ നമ്മുടെ മനസ്സ് നിശ്ചലവും നിർമ്മലവുമാകുമ്പോൾ ആ മനസ്സിന് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മായാവിലാസങ്ങളും കണ്ട് ആനന്ദിച്ച് ബോധിക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നാലെ ഓടിയാൽ നമുക്കിവ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇവയുടെ സത്യാവസ്ഥ മനസ്സിലാവുകയുമില്ല. ഉണ്മദാനീശ്വരൻ, ഈശ്വരൻ എന്നത് ഉണ്മയാണ്, ഉള്ളതാണ്. മായാ മഹേശ്വരി, അതിൽ നിന്നുണ്ടായിരിക്കുന്ന സങ്കല്പശക്തിയാണ്, അല്ലെങ്കിൽ ഉണ്ടായതിനെയാണ്, ഉള്ളതിൽ നിന്നും ഉണ്ടായതിനെയാണ് മായാമഹേശ്വരി എന്ന പേരിൽ വിവക്ഷിക്കുന്നത്. മായദാനീശ്വര സങ്കല്പശക്തി, മായ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സങ്കല്പശക്തിയാണ്. നാം ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ ഈശ്വര സങ്കല്പങ്ങളും മായദാനീശ്വര സങ്കല്പശക്തി, മായാദേവിയുടെ, മായാമഹേശ്വരിയുടെ സങ്കല്പശക്തിയാണ് എല്ലാം തന്നെ. ഉള്ളതില്ലാതെ ഉണ്ടായവായില്ല, ഉള്ള ഒന്ന് ഇല്ലാതെ ഉണ്ടായവ ഇല്ല, ഉണ്ടാകുന്നില്ല. ആ ഉള്ളതിൽ നിന്നാണ് സകലതും ഉണ്ടാകുന്നത്. ഉണ്ടായവ ക്ഷണികവുമാണ്. ഉണ്ടായവ ഉണ്ടായവയ്ക്ക് ഉണ്മയുമില്ല. ഉള്ളതില്ലാതെ ഉണ്ടായവ ഇല്ല. ഉണ്ടായി എന്ന് നാം കൽപ്പിക്കപ്പെടുന്നവ ഉള്ളതില്ലെങ്കിൽ ഉണ്ടാവുകയില്ല. വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചം ഉണ്ടാവുകയില്ല. വൈദ്യുതി എന്ന ശക്തി വിശേഷം
ബൾബാകുന്ന ഉപാധിയിൽ കൂടി വന്നപ്പോഴാണല്ലോ വെളിച്ചമായി രൂപാന്തരപ്പെട്ടത്. ഉള്ളതായ വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടായ വെളിച്ചം ഉണ്ടാവുകയുള്ളൂ. വെളിച്ചം ഉണ്ടായതാണ്, വൈദ്യുതി ഉള്ളതുമാണ്. അതൊരു ഉപാധിക്ക് വിധേയമായപ്പോഴാണ് ഉണ്ടായത്. ആ ഉണ്ടാക്കുന്ന ശക്തിക്കാണ് മായാമഹേശ്വരിയുടെ സങ്കല്പം എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അതിന് മായ എന്നും ആ മായാദേവിയുടെ സങ്കല്പശക്തിയാണ് ആ ഉപാധി എന്ന് പറയുന്നത്. ആ ഉപാധിയിൽ കൂടിയാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ, അപ്പോൾ ഇതിൻ്റെ പൊരുൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഉന്മദാനീശ്വരൻ മായാമഹേശ്വരി, ഉന്മദാനീശ്വരൻ മായാമഹേശ്വരി, മായദാനീശ്വര സങ്കല്പശക്തി. ഉള്ളതില്ലാതെ ഉണ്ടായവയില്ല, ഉള്ളതില്ലാതെ ഉണ്ടായവയില്ല, ഉണ്ടായവയ്ക്കെല്ലാം ഉണ്മസാക്ഷി. ഉണ്ടായതിനെല്ലാം തന്നെ സാക്ഷിയായിരിക്കുന്നത് ഉണ്മയാണ്. ആ ഉണ്മയെയാണ് നാം ആശ്രയിക്കേണ്ടത്. ആ ഉണ്മ വാസ്തവത്തിൽ നാം ഓരോരുത്തരുമാണ്. അരണ്ട വെളിച്ചത്തിൽ കണ്ട കയറിൻ കഷ്ണത്തെ പാമ്പായി തെറ്റിദ്ധരിച്ചതുപോലെയാണ്. പാമ്പാ ആയിട്ടില്ല, അത് പാമ്പാണെന്ന് തോന്നിയതാണ്. കയറ് മാത്രമേ അവിടെ സത്യമായിട്ടുള്ളൂ. ആ കയറാണ് ഉണ്മ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അറിവിൻ്റെ അഭാവത്താൽ, അത് കയറാണെന്ന അറിവില്ലായ്മയാൽ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് മായാമഹേശ്വരിയുടെ സങ്കല്പശക്തി എന്ന് പറയുന്നത്. യഥാർത്ഥമായ വസ്തുവിനെ മറയ്ക്കുകയും മറ്റൊന്നാണ് എന്ന് ഭ്രമിക്കുകയും അതിൽ സത്യബുദ്ധി തോന്നുകയും ചെയ്യുന്നു. ആ പരമശക്തിയെ, ഉണ്മയെ മറയ്ക്കുന്നതിന് തമസ്സെന്നും അല്ലെങ്കിൽ ആവരണമെന്നും, അതിനെ തന്നെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നത്, കയറിനെ മറഞ്ഞ് അത് പാമ്പായി തോന്നിപ്പിച്ചു, അതിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതിന് അസത്ത് എന്നും പറയുന്നു. അത് ഉണ്ടായതാണ്, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഉണ്ടായതെല്ലാം ഉള്ളതവിടെ കയറ് മാത്രമാണ്. ഉണ്ടായതായ സർപ്പപ്രതീതി ഇല്ലാതെയാവും. അതില്ലാതെയായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, നാം പരിപൂർണരായിത്തീരുന്നു. നാം ജനിച്ചിട്ടുമില്ല, നമുക്ക് മരണവുമില്ല. ജീവിതം ഒരു സ്വപ്ന സമാനം കഴിഞ്ഞു പോകുന്നു. ഇവയൊന്നും സത്യമല്ല എന്നപ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്തരത്തിലുള്ള ഒരു ബോധമണ്ഡലത്തിലേക്ക് നാം ഉണർന്നാലുണ്ടാകുന്ന അവസ്ഥ എത്ര മഹത്തരമായിരിക്കും. ഇവിടെ നാം കാട്ടിക്കൂട്ടുന്ന ഓരോ പേക്കൂത്തുകളും എത്ര കണ്ട് വ്യർത്ഥമാണ് എന്ന് സത്യാവസ്ഥ ബോധിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. ഉന്മദാനീശ്വരൻ മായാമഹേശ്വരി, മായദാനീശ്വര സങ്കല്പശക്തി. ഉള്ളതില്ലാതെ ഉണ്ടായവ ഇല്ല, ഉണ്ടായവയ്ക്കെല്ലാം ഉണ്മസാക്ഷി.